ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ, യൂഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിന് ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നലെ നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡിൽ ബൈയിലേക്കുള്ള ട്രെൻഡിനായിരുന്നു സാധ്യത കൂടുതലുണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു 50 ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ബൈയിലേക്ക് നോക്കാമെന്നായിരുന്നു ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് മേജർ ലോയിന് ബ്രേക്ക് ചെയ്തു. മേജർ ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്താണ്, പിന്നെ ഇതൊരു സെല്ലിലേക്കുള്ള ട്രെൻഡായിട്ട് തന്നെയാണ് മാറുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നോക്കുവാണെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഞാനൊരു 50 ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, ഒരു 50 ഇൻഡ്യൂസ്മെൻറ്റും അതുപോലെ തന്നെ സെല്ലിങ് സോണും. ഓക്കെ അല്ലേ, ഇതിന് മുകളിലോട്ട് നോക്കുവാണെങ്കിലും സെല്ലിങ്ങിലേക്ക് ഒരുപാട് ലെവൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സെല്ലിങ് സോൺ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ ഒരു സെല്ലിങ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം സെല്ലിങ് സോണുകൾ തന്നെയാണ്. ഓക്കെ, ഓവറോൾ സെല്ലിലേക്ക് തന്നെയാണ് ഇതിൽ സാധ്യത കൂടുതൽ വരുന്നത്. ഇന്നത്തെ ദിവസം നാണ് മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഈ സെല്ലിംഗ് സോണിൽ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എന്താണ്, ഇതൊരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതിന് തൊട്ട് മുകളിൽ തന്നെ നമുക്കൊരു നല്ലൊരു സെല്ലിംഗ് സോണും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വെച്ചും നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ബൈയിലേക്കുള്ള ട്രെൻഡിന് സാധ്യതകളും ഇല്ല. അപ്പോൾ മാർക്കറ്റ് എന്താണ്, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, നമുക്കെന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ നോക്കി ബൈ എടുക്കാം. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ പിന്നെ നമുക്ക് ബൈയിലേക്കുള്ള ട്രേഡുകൾക്ക് സാധ്യതയില്ല. പിന്നെ സെല്ലിലേക്ക് തന്നെയായിരിക്കും നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഈ സാധ്യത മാത്രമാണ് വരുന്നത്. ഈ ഫസ്റ്റ് സെല്ലിംഗ് സോണും കുഴപ്പമില്ല. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത് ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് മുകളിലുള്ളൊരു സെല്ലിംഗ് സോൺ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നതിന് നമുക്ക് നല്ലൊരു ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നലെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ന്യൂസിന് ശേഷം വന്നൊരു മദർ ക്യാൻഡിനുള്ളിലായിരുന്നു കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ ട്രേഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, ലാസ്റ്റ് ദിവസം കിട്ടിയ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. മൈനർ സോഴ്സായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഹവറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. ആ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, നമുക്ക് ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഈ ഒരു ഹൈനിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കുന്നതിന് കുഴപ്പമില്ല. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു ഹൈ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റിന് ഡൗൺ സൈഡിലേക്ക് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷം ആ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. യൂറോ യൂഎസ്ഡിയിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ട്രെൻഡ് ഉണ്ട്. 4 ഹവർക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യൂറോ യൂഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും സാധ്യതയാണ് വരുന്നത്. ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് കാണുന്നത് കേട്ടോ. മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈ എൻട്രി എടുക്കാം. ഇതിലൊന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് വരുന്ന ഏറ്റവും ഈ ലോയിലുള്ള ബൈയിങ് സോണിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ അല്ലേ, ഇനി മാർക്കറ്റ് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ എന്താണ്, ഇപ്പോൾ യൂറോ യൂഎസ്ഡിയിൽ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ 50 വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലും നമുക്കിതിലും ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സാധ്യതകളൊക്കെയാണ് യൂറോ യൂഎസ്ഡിയിലും വരുന്നത്. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ട്രേഡുകൾ 50 ലിക്വിഡിറ്റി ഇല്ല, എല്ലാം 5 ലിക്വിഡിറ്റിക്ക് അനുസരിച്ചായിരുന്നു ട്രേഡുകൾ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ല, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ അതൊക്കെയായിരിക്കും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം മാർക്ക് ചെയ്ത് വെച്ച ലെവൽസ് തന്നെ സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെല്ലെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് ബൈയിലേക്കുള്ള ലെവൽസും കൂടി ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഫസ്റ്റത്തെ ഒരു സെല്ലിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻറ്റൊക്കെ മാർക്കറ്റ് ഓൾറെഡി എടുത്താണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാനായിട്ട് വരുന്ന ഈ ഒരു 50 ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ, ഈ ഒരു 50 ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇതും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പോൾ നിഫ്റ്റിന് എന്താണ്, ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒന്ന് ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇതിൽ കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്, ഈ ഒരു 50 ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുമ്പോഴും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് പുഷ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലുണ്ട് ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് വന്നെന്താണ്, ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാനും പറ്റും. ഇത് അത്യാവശ്യം സാധ്യതയുള്ള ലെവൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ രണ്ട് ലിക്വിഡിറ്റി ബൈയിലേക്കും പിന്നെ സെല്ലിലേക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ മാത്രമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിന് നിഫ്റ്റിൻ്റെ കാര്യത്തിലും ഇത്രയും സാധ്യതകളാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സാധ്യതകളുണ്ട്. യൂറോ യൂഎസ്ഡിയിൽ അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് വരുന്നത്. നമുക്കിതിലൊക്കെ ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിനിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.